നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു സംസാരത്തിലെ ചില കാര്യങ്ങളാണ്. ആഹാ. പ്രധാനമായും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം അതെത്രത്തോളം ആത്മാർത്ഥമാണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ അതെ. ഈ ദൈവസ്നേഹമെന്ന വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ യഥാർത്ഥ സ്നേഹം, പിന്നെ മറ്റേത് വെറും എന്താ പറയാ പുറമേയുള്ള സ്നേഹപ്രകടനം. വെറും വാചകത്തിലുള്ള സ്നേഹം. അതെ, അത് തന്നെ. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്ക് ആ ഉറവിടത്തിലെ ചില പ്രധാന ആശയങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. ശരി. അദ്ദേഹം ഇത് തുടങ്ങുന്നത് തന്നെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണല്ലോ. അതെ. അതായത് മകൻ അമ്മയ്ക്ക് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, എന്നാലും ആ അമ്മയുടെ സ്നേഹം അതൊട്ടും കുറയുന്നില്ല. അത് വളരെ, ശരിക്കും പറഞ്ഞാൽ അതൊരു ശക്തമായ പോയിന്റാണ്. അതെ, ഒരു നല്ല തുടക്കം. അതെ. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത ചോദ്യം വരുന്നത്. നമുക്ക് വേണ്ടതൊക്കെ തരുന്ന അല്ലേ ദൈവം, ആ ദൈവത്തോട് നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു സ്നേഹം, നിരുപാധികമായ സ്നേഹമുണ്ടോ? കാര്യങ്ങൾ പലപ്പോഴും വ്യക്തമാകുന്നത് ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴാണ് എന്ന് ഉറവിടം പറയുന്നുണ്ട്. ഈ താരതമ്യം നമ്മളെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോവാ അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ബന്ധങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സമയവും ഊർജവും കൊടുക്കുന്നുണ്ട്? അതെ അതെ. ആ ഒരു ചിന്തയിലേക്കാണ് ശരിക്കും ഈ ഉറവിടം നമ്മളെ കൊണ്ടുപോകുന്നത്. മിക്ക ആളുകളുടെയും ദൈവത്തോടുള്ള സ്നേഹം അത് ആത്മാർത്ഥതയില്ലാത്തതാണ്. വെറും ഒരു വാചകമടി, ഒരു ലിപ് സർവീസ് എന്ന് പറയില്ലേ, അത്രയുള്ളൂന്നാണ് വാദം. നമ്മുടെ ശരിക്കുള്ള സ്നേഹം, നമ്മുടെ ശ്രദ്ധ, അതൊക്കെ പോകുന്നത് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ മറ്റ് ഭൗതിക കാര്യങ്ങൾ, അതിലേക്കാണ്. എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ എല്ലാം തരുന്ന ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണോ? അതാണ് ചോദ്യം. ഇത് ശരിക്കും ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. അതൊന്നും ശരിക്കും എണ്ണിയാൽ തീരില്ലല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങളിത് കേൾക്കുന്നത്, എത്ര കാര്യങ്ങൾ ഒരുമിച്ചാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഓരോ അനുഗ്രഹവും എടുത്താൽ അതിന്റെയൊക്കെ സങ്കീർണത നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവ് തന്നെ. അതെ. ശബ്ദം എങ്ങനെ വരുന്നു, അത് ചെവിയിലെത്തുന്നു, തലച്ചോർ അതിന്റെ തിരിച്ചറിയുന്നു. ഇതിന്റെ സങ്കീർണതയെപ്പറ്റി ചിന്തിച്ച ഒരു നിരീശ്വരവാദിയുടെ കാര്യം പോലും ഈ ഉറവിടത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആ ചിന്ത എങ്ങോട്ടാ പോയത്? അതാണ് രസകരം. ആ ചിന്ത അതിങ്ങനെ പോയി ദൈവത്തിന്റെ ഒരു അസ്തിത്വത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോ അദ്ദേഹം പെട്ടെന്ന് ആ ചിന്ത നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ നിർത്തിക്കളഞ്ഞു. അതെ. അതായത് ദൈവത്തിന്റെ ആ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചാൽ അത് ചിലപ്പോ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നൊരു ഭയം. സ്വന്തം ചിന്തയെ തന്നെ നിയന്ത്രിക്കാൻ നോക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ കാണുന്നൊരു കാര്യമാണല്ലേ, സത്യത്തെ നേരിടാനുള്ളൊരു മടി പോലെ. അത് തന്നെ. അപ്പൊ ഉറവിടം അവസാനം നമ്മളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഇത്രയധികം അനുഗ്രഹങ്ങൾ തരുന്ന, എപ്പോഴും നമ്മുടെ കൂടെയുള്ളൊരു ശക്തി, അതിനേക്കാൾ നശ്വരമായ, കുറച്ചുകാലം മാത്രം നിലനിൽക്കുന്ന ഈ ഭൗതിക വസ്തുക്കൾ, ബന്ധങ്ങൾ, ഇതിനെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മുടെ മുൻഗണനകൾ എവിടെയാണ് ശരിക്കും? അപ്പോൾ ഈ വിശകലനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ചോദ്യത്തിനു മുന്നിലാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആഴം എത്രയുണ്ട്? നമ്മുടെ യഥാർത്ഥ സ്നേഹം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ പ്രവൃത്തികൾ, അതൊക്കെ കൂടുതൽ കാണുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളിലാണോ? അതെ. ഇത് തീർച്ചയായും നിങ്ങളെയും ചിന്തിപ്പിക്കുന്നുണ്ടാവുമല്ലേ? നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ്? അവരോടുള്ള നിങ്ങളുടെ സ്നേഹം, അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്നോർത്തു നോക്കൂ. ശരിയാണ്. എന്നിട്ട് നിങ്ങൾക്കെല്ലാം നൽകുന്നൊരു ശക്തിയുണ്ടല്ലോ, ദൈവം. ആ ദൈവത്തോടുള്ള നിങ്ങളുടെ ഒരു മനോഭാവം, അതുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യാൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി. ഈ യഥാർത്ഥ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം, അത് വെറും വാക്കിൽ ഒതുങ്ങേണ്ട ഒന്നല്ലല്ലോ. അല്ല, തീർച്ചയായും അല്ല. അതെങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കാണിക്കേണ്ടത്? ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിവുണ്ട്. പക്ഷെ ആ അറിവ് മാത്രം മതിയോ? അതോ ആ അറിവ് ഒരു യഥാർത്ഥ സ്നേഹമായിട്ട്, ഒരു ജീവിത രീതിയായിട്ട് മാറണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ശരിക്കും മാറേണ്ടത്? ഇതൊരു നല്ലൊരു ചിന്തയാണ്. അതെ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തനിയെ ആലോചിക്കാവുന്നതാണ്.